പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണ മഥനം യദദ്ധി രാമായണം. എന്താണ് രാമായണമെന്ന് ഈ ഒറ്റ ശ്ലോകത്തിൽ കവി ചുരുക്കി വിവരിച്ചിരിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, കർക്കിടക മാസം സമാഗതമാവുകയാണ്. 1199 കർക്കിടകം 1-ാം തീയതി, അതായത് 2024 ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രത്തിൽ കാലത്ത് 11:11 കർക്കിടക രവി സംക്രമം നടക്കുകയാണ്. എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. സൂര്യൻ കർക്കിടകം രാശിയുടെ സഞ്ചരിക്കുന്ന സമയമാകുന്നു കർക്കിടക മാസം. ഇത് ഋതുക്കളിൽ വർഷ ഋതുവാകുന്നു. ഘോരമായ മഴ പെയ്യുന്ന വർഷ ഋതുക്കളാകുന്നു കർക്കിടകവും ചിങ്ങവും. നാം വളരെയധികം മഴക്കാല രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ട കാലമാകുന്നു ഈ മാസം. ഏറ്റവുമധികം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാകുന്നു ഈ മാസക്കാലം. നിത്യേന ഈ കർക്കിടക മാസക്കാലം 2 നേരവും എണ്ണ തേച്ച് കുളിക്കുകയും ഒരു ചിട്ടയായ ഭക്ഷണ ക്രമവും ഈ കർക്കിടക മാസത്തിൽ നാം പാലിക്കേണ്ടതുണ്ട്. വിശേഷിച്ച് യാതൊരു വരുമാനവുമില്ലാതെ വീട്ടിലിരിക്കുന്ന കാലമായതുകൊണ്ടാകാം കർക്കിടക മാസത്തെ നാം പഞ്ഞമാസം എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തെ വരവേൽക്കാനായി നാം അങ്ങേയറ്റം ദാരിദ്ര്യവും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള കർക്കിടക മാസക്കാലത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ഈ പഞ്ഞമാസക്കാലത്തെ മറികടക്കാനാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നാം വീടുകളിലും ദേവാലയങ്ങളിലും പുണ്യഗ്രന്ഥ പാരായണവും സമൂഹ പ്രാർത്ഥനയും ഗണപതി ഹോമവും ഭഗവത് സേവയും മൃത്യുഞ്ജയ ഹോമവുമെല്ലാം നടത്തുന്നത്. ഇതിലൂടെ ആത്മീയവും ഭൗതികവുമായ ഒരു ഉണർവ് ഗൃഹസ്ഥാശ്രമികൾക്കും സമൂഹത്തിനും ലഭിക്കുന്നു. കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാകുന്നു. ഉത്തരായണകാലം ദേവന്മാർക്ക് പകലും ദക്ഷിണായന കാലം ദേവന്മാർക്ക് രാത്രിയുമാകുന്നു. ഈ കർക്കിടക മാസക്കാലം ഏറ്റവും പ്രാധാന്യത്തോടെ കർക്കിടക വാവ് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട നാളുകളാകുന്നു. കേരളത്തിൽ തിരുനെല്ലി, തിരുനാവായ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവും പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. കേരളത്തിന് പുറത്ത് രാമേശ്വരം, നാസിക് ത്രംബകേശ്വർ, കാശി വിശ്വനാഥ ക്ഷേത്രമെല്ലാം തന്നെ പിതൃകർമ്മങ്ങൾക്ക് സുപ്രസിദ്ധങ്ങളാണ്. ഈ കർക്കിടക മാസം തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മലപ്പുറം രാമപുര ക്ഷേത്രവും കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനവും വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്താണ് പഴയകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടാറുള്ളത്. അതേ രീതിയിൽ സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്കും പ്രസവരക്ഷയ്ക്കും കർക്കിടക കഞ്ഞിയും ആരോഗ്യ സൗഖ്യത്തിനായി പുരുഷന്മാരും സ്ത്രീകളും സുഖചികിത്സയും നടത്തി വരുന്നു. 12 മലയാള മാസങ്ങളിലും അവസാനത്തെ മാസമാകുന്നു കർക്കിടക മാസം. അതിനുശേഷം പുതിയ വർഷം 1200 പിറക്കുകയാണ്.
ഈ വറുതിയുടെ പ്രയാസങ്ങളുടെ കർക്കിടക മാസക്കാലവും പിറക്കാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങമാസക്കാലവും പ്രിയപ്പെട്ട ഡോക്ടർമാരായ ഈ പ്രേക്ഷകർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലചിന്തകളാണ് ഇവിടെ നടത്താൻ പോകുന്നത്. 1199 കർക്കിടകം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂലൈ 16 മുതൽ 22-ാം തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക അടങ്ങുന്ന രാശിയാകുന്നു തുലാം രാശി. ഇന്ന് തുലാം രാശിക്ക് ലഗ്നത്തിൽ ചന്ദ്രൻ ഗുളികനോടുകൂടി, 5-ൽ ശനി, 6-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ചൊവ്വ, വ്യാഴം, 10-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 12-ൽ കേതു. ഇവിടെ തുലാം രാശിയിൽ നിന്ന് ചന്ദ്രൻ ഗുളികനോടുകൂടെ നിൽക്കുന്നത് അത്ര ശുഭമല്ല. വിധുർഗോ കുളീരാജകസൻ വവസ്ഥോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം. തൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവം, സ്വക്ഷേത്രമായ കർക്കിടകം, സൂക്ഷേത്രമായ മേടം, ഇവിടെയൊക്കെ ലഗ്നത്തിലോ നക്ഷത്രാധിപനായി ചന്ദ്രൻ വരികയാണെങ്കിൽ ധനാധ്യക്ഷനും ആനന്ദ ലാവണ്യപൂർണമായും നിൽക്കുന്നു, സ്ഥിതി ചെയ്യുന്നെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ചന്ദ്രൻ നിൽക്കുമ്പോൾ വിദത്തേതമം, ക്ഷീണദേഹം, ദരിദ്രം, ജഡം, ശ്രോത്രഹീനം, നരം, ശേഷലഗ്നെ. ദേഹം ക്ഷീണിക്കുന്നു, ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകുന്നു, ദരിദ്രനാകുന്നു, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ജഡം, ഒരു ജഡമായ അവസ്ഥയെ സംജാതമാക്കുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തുലാം രാശിക്കാർ ഈ വാരം ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുലാം രാശി ദിബാദ് രാശിയാണ്, അധോമുഖ രാശിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10-ൽ സൂര്യനാണ്. അത് ചന്ദ്രനെ ഒരു അധമയോഗത്തെ പ്രദാനം ചെയ്യുന്നു. ചന്ദ്രനെ കേന്ദ്രസ്ഥരായി ആദിത്യൻ വരികയാണെങ്കിൽ അത് ജ്യോതിഷത്തിൽ അധമയോഗമാണ്. ധനമില്ലാത്ത അവസ്ഥയാണ് അതിനെ കാണിക്കുന്നത്. പ്രകാശം കുറഞ്ഞ അവസ്ഥയെ, മോശപ്പെട്ട ഒരവസ്ഥയെ സംജാതമാക്കുന്ന ഒരു വാരത്തെ ഇത് സൂചിപ്പിക്കുന്നു. അധോമുഖ രാശി ആരൂഢമാകയാൽ വാഹനം വളരെയധികം ശ്രദ്ധിക്കണം. ദിവാദ് രാശിയാണ് തുലാം രാശി. സൈക്കിളിലൂടെയല്ല, ബൈക്ക് ഒക്കെ ശ്രദ്ധിക്കുക. അഭ്യാസ പ്രകടനം മഴക്കാലത്ത് നടത്തേണ്ടുന്ന വാരമല്ല ഇത്. 5-ാം ഭാവത്തിലെ ശനി വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിലൊക്കെ നല്ല ബുദ്ധിയെയും ക്ഷേമുഷയെയും പ്രദാനം ചെയ്യും. 6-ലെ രാഹുവും വളരെ ബലവാനാണ്. വിവാഹ വിഷയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാക്കുന്നു. വിവാഹവതിയായ 7-ാം ഭാവാധിപനായ ചൊവ്വ 8-ൽ നിൽക്കുമ്പോൾ അവിടെ വ്യാഴവും ആ ചൊവ്വയെ സപ്പോർട്ട് ചെയ്യുകയില്ല. 8-ലെ വ്യാഴത്തിന് സ്വതവേ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഹോദരകാരകനായ ചൊവ്വയും സഹോദരപതിയായ വ്യാഴവും തുലാം രാശിക്കാർക്ക് ഒന്നുചേർന്ന അനിഷ്ടത്തിൽ നിൽക്കുന്നു. സഹോദര ഗുണം വളരെ കുറയുന്നതാണ്. ഭൂമിപരമായ വിവാദങ്ങൾ സഹോദരങ്ങളുമായി ചേർന്ന് ഉണ്ടാകുന്ന വാരമാണ്. ഈ വാരം പ്രായണ തുലാം രാശിക്കാർക്ക് കർമ്മം, തൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, എല്ലാം മനസ്സിലാക്കി ഒരു യാത്ര ചെയ്യുക. കാരണം ഒരു പരിവർത്തന യോഗമുണ്ട്. ശുക്രക്ഷേത്രത്തിൽ ചന്ദ്രനും ചന്ദ്രക്ഷേത്രത്തിൽ ശുക്രനും പരസ്പരം പരിവർത്തനം ചെയ്ത് ഒരു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു. അത് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. അതൊരുപക്ഷെ മക്കളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട യാത്രയാകാം, അല്ലെങ്കിൽ തൻ്റെ കർമ്മമേഖലയിൽ പുത്തൻ ആലോചനകൾ, പദ്ധതികൾ ഒക്കെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുക. തളരാൻ പാടില്ല. തുലാം രാശിക്കാർ വാണിജ്യകർമ്മണ്യ അതിനൈപുണത്വം വ്യാപാരത്തിൽ നിപുണരാണ്. അവരെ കച്ചവടം ആരും പഠിപ്പിക്കേണ്ട. അതിനാൽ അതുമായി ബന്ധപ്പെടുന്ന പ്രവൃത്തികളിൽ വളരെ സജീവമായി ഇവർക്ക് ഏർപ്പെടാവുന്നതാണ്. ശാരീരികമായ ആരോഗ്യ വിഷയം പരിഹരിക്കാനായി ദേഹമുട്ട് ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ. അതേ രീതിയിൽ ശത്രുസംബന്ധമായ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ശത്രുമുട്ടും ചെയ്യുക. ദമ്പതികൾക്ക് ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾക്ക് പരിഹാരമായി ഐകമത്യ പുഷ്പാഞ്ജലി ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ. വിഷു ക്ഷേത്രങ്ങളിൽ തുളസിമാല, പാൽപ്പായസവും വഴിപാടായി ചെയ്യാവുന്നതാണ്.
ഏറ്റവും അനുകൂലമായ ദിവസങ്ങൾ തുലാം രാശിക്കാർക്ക് 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച പൗർണമി ഉത്രാടം നക്ഷത്രം, 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണം നക്ഷത്രം. പക്ഷേ തിഥി ദാരിദ്ര്യമുള്ള കറുത്തപക്ഷത്തിലെ പ്രതിപദാ തിഥിയാണ്. സാമ്പത്തികമായ ഇടപെടലുകൾക്ക് 22-ാം തീയതി അത്ര ശുഭമല്ല. എല്ലാ പ്രിയപ്പെട്ട തുലാം രാശിക്കാർക്കും അനുകൂലമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് പ്രായേണ 4-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 9-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, 11-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ഗുളികനോടുകൂടി ചന്ദ്രൻ. സ്വതവേ വൃശ്ചികൻ രാശിക്ക് പറഞ്ഞിട്ടുള്ളൊരു ഫലമാണ് ജനക ഗുരുവിയുക്ത, തൻ്റെ ജനകനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും വിട്ടുനിൽക്കുമെന്ന്. ഇവിടെ ഒരു പക്ഷേ അച്ഛൻ തന്നിൽ നിന്നും അകന്ന് ദൂരത്ത് പോകുവാനോ അല്ലെങ്കിൽ മക്കൾ അച്ഛനിൽ നിന്നും അകന്ന് ദൂരത്ത് പോകുവാനോ യാത്രഹേതുവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗാർഹികമായ കുടുംബ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുവാനോ ഉള്ള ഒരവസരമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കുക. 12-ലെ ചന്ദ്രനാണ്. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത. 12-ലെ ചന്ദ്രൻ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. കണ്ണുകളെ ശ്രദ്ധിക്കേണ്ടതാണ്. വിചിന്യാസദാ സദ്വയെ മംഗലാനി പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. തൻ്റെ അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് ഉള്ളിൽ വിഷാദമുണ്ടാകും. ന ചാപ്നോതി കാമം പ്രിയ അല്പപ്രിയത്വം. താൻ പലതും ആഗ്രഹിക്കും, അത് സമ്പൂർണ്ണമായി തനിക്ക് ലഭിക്കില്ല. തൻ്റെ ഭാര്യയോട് പോലും അല്പപ്രിയത്വം, സ്നേഹം വളരെ കുറയുന്ന വാരമാണ്. അതിനാൽ ദാമ്പത്യ ക്ലേശങ്ങൾ ഇല്ലാതെ നീങ്ങണം. 9-ലെ ബുധനും ശുക്രനും സാമ്പത്തികമായ പല കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കും. 9-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ കുസീതേന ഏ വൃദ്ധിമസ്മൈ ദധീരൻ, പലിശ കൊണ്ട് ധാരാളം ധനമുണ്ടാക്കുമെന്നാണ്. അതിനാൽ ബാങ്കിങ്, ഷെയറുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ധനപരമായ ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ട്സ് ഇതൊക്കെ മെച്യൂറായിട്ടുണ്ടെങ്കിൽ നല്ല കാശിന് വിറ്റ് കാശുണ്ടാക്കാൻ അനുകൂലമായ സമയമാകുന്നു. 9-ലെ സൂര്യൻ കർമ്മമേഖലയിൽ വളരെയധികം തനിക്ക് അധികാരം ലഭിക്കും. ക്രിയാതുംഗതാം, കർമ്മത്തിൽ ഉന്നതമായ ഭാവത്തെ പുലർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളാൽ തനിക്ക് താപമുണ്ടാകുന്നു എന്നൊരു ഫലവും പറഞ്ഞിട്ടുണ്ട്. സാഹോദര്യ വിഷയം വളരെ ശ്രദ്ധിക്കുക. 7-ാം ഭാവം ഞാൻ പറഞ്ഞു ഭാര്യയോട് പ്രിയത്വം കുറയുമെന്ന് പറഞ്ഞു. എങ്കിലും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടുന്ന വാരമാണ്. പുതിയ വിവാഹ ബന്ധങ്ങൾ, വിവാഹ തീരുമാനങ്ങൾ, പുനർവിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കുട്ടിയെ കണ്ട് പെട്ടെന്നൊരു ഉത്തമമായ വിവാഹ തീരുമാനത്തിലേക്ക് എത്തുവാൻ ഈ വാരം വളരെ അനുകൂലമാണ്. പരിഹാരകർമ്മങ്ങൾ, ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. അച്ഛൻ്റെ പേരിൽ പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ വിഷയത്തിന് ദേഹമുട്ട് അനുഷ്ഠിക്കുക. ശത്രുദോഷം മാറാൻ നമുക്ക് ശത്രുമുട്ട് ചെയ്യുക. കർമ്മ മേഖല സുദൃഢമാണ്, മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും വരികയില്ല. 7-ലെ വ്യാഴം നല്ല സംരക്ഷകനായി എപ്പോഴും വൃശ്ചികൻ രാശിക്കാരുടെ കൂടെയുണ്ടാകും. അനുകൂലമായ ദിവസങ്ങൾ 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം വളരെ അനുകൂലമാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക്. 12-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം, അന്ന് പൗർണമിയാണ്. പിന്നീട് 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണം നക്ഷത്രവും നല്ലതാണ്. എങ്കിലും അത് ദാരിദ്ര്യമുള്ള പ്രതിപദ തിഥിയാകയാൽ സാമ്പത്തിക വിഷയത്തിലേക്ക് ദിനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. മറ്റെല്ലാ കാര്യങ്ങൾക്കും വൃശ്ചികൻ രാശി വളരെ അനുകൂലമാണ്. ഒരു നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ധനുരാശി. ധനുരാശിക്കാർക്ക് ഇന്ന് 3-ാം ഭാവത്തിൽ ശനി, 4-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 8-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 10-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ പ്രായണ ഞാൻ സൂചിപ്പിച്ചു ധനുരാശിക്കാർക്ക് വ്യാഴം വളരെ ദുർബലമായി 6-ാം ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. ആ ദുർബലനായ വ്യാഴത്തിനെ ചൊവ്വ പോയി ഒന്ന് ഇളക്കി മറിച്ച് ധീരനാക്കി കഴിഞ്ഞു. ആ ദിഗ്രഹയോഗം വളരെ ഗുണമാകുന്നു. ചൊവ്വയുടെ സാമീപ്യവും ധീരവും ആ വീറും ഒക്കെ പ്രയാസപ്പെട്ട് കിടക്കുന്ന വ്യാഴത്തിന് ഒരു പുത്തൻ ഉണർവ് സംജാതമാക്കുകയാണ് ധനുരാശിക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
3-ലെ ശനി വിക്രമവും ബുദ്ധിയും പ്രകടിപ്പിക്കും, ദോഷമില്ല. 4-ൽ നിൽക്കുന്ന രാഹുവും മാതാവിൻ്റെ ആരോഗ്യ വിഷയത്തിന് ക്ലേശങ്ങളെ പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ധനുരാശിക്കാർക്ക് അഷ്ടമഭാവത്തിൽ സൂര്യനും ശുക്രനും ബുധനും നിൽക്കുന്നു. ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യ വസ്തു. എടുത്തുചാടി സ്ത്രീ വിഷയത്തിൽ തലവേദനകൾ സൃഷ്ടിക്കുന്നു. ദൂരദേശത്തുള്ള പെണ്ണിനെ ആഗ്രഹിക്കുന്നു. അവളെ കൂട്ടി വരുവാനോ അല്ലെങ്കിൽ അവളുമായി നാടുവിട്ടു പോകുവാനോ ഉള്ള ചിന്തകൾ ധാരാളം വരും. പക്ഷേ ചിന്തിക്കണം, അത് താൽക്കാലികമായൊരു വികാരം മാത്രമാണ്. പ്രണയം ഭാവിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ വളരെയധികം ധനുരാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു. കർമ്മമേഖലയിൽ ദൂരത്ത് പോയി ജോലി ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഇന്ന് ധനുരാശിക്കാർക്ക് പിതൃധനി, അച്ഛൻ ഏറ്റവും വലിയ ധനം ചെയ്യേണ്ടുന്ന ആളാണ്. പക്ഷേ ഇന്ന് ചാരവശാൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു. അച്ഛൻ്റെ കോപം, നൃപൻ്റെ കോപം, രാജാവിൻ്റെ കോപം വാങ്ങേണ്ടുന്ന സമയമാകുന്നു. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രണയിക്കുക, വിവാഹ പ്രോമിസുകളൊക്കെ നൽകുക. കർമ്മമേഖലയിൽ തൻ്റെ ബോസിൻ്റെ കോപം വാങ്ങിവെക്കുന്ന വാരമായിരിക്കും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ബോസുമായി ബന്ധപ്പെടുന്ന റിലേഷൻസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. ശാരീരികമായി പാൻക്രിയാറ്റിക് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഉള്ള രോഗികൾ വളരെ ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ചികിത്സ വേണ്ടുന്ന വാരമാണ്. നേത്ര സംബന്ധമായ രോഗങ്ങൾ, ഡയബറ്റിക് പേഷ്യൻസിന് കൂടുന്ന വാരമാണ്. അനുകൂലമായ ദിവസങ്ങൾ 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം വളരെ നല്ലതാണ്. 21-ാം തീയതി ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം, അന്ന് പൗർണമിയാണ്, വളരെ അനുകൂലമാണ്. 22-ാം തീയതി തിരുവോണം, ദിവസം നന്ന്, പക്ഷേ തിഥി അത്ര ഗുണമല്ല. സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാതിരിക്കുക. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും വളരെ ശോഭനമായ ഭാവി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.